കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ വയനാടിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വയനാടിന്റെ കാടും കാഴ്ചകളും ഇവിടുത്തെ കാലാവസ്ഥയും ഒക്കെ എല്ലാവരെയും എല്ലാ കാലത്തും വയനാട്ടിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ്. വയനാട് യാത്ര നടത്തുമ്പോൾ ഈ ഒരു വയനാടിന്റെ കാഴ്ചകൾക്കനുസൃതമായി അല്ലെങ്കിൽ വയനാടിന്റെ കാടിന്റെ ഭംഗിക്കനുസൃതമായി ഒരു താമസ സ്ഥലം കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ യാത്ര അടിപൊളിയാവും. അത്തരത്തിൽ വയനാട്ടിൽ വൈത്തിരിയിൽ നിന്ന് ബാണാസുര പോകുന്ന വഴിയിൽ കാടിനോട് ചേർന്ന് ഉടൻ ഓപ്പണാകുന്ന ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ബെർലിൻ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഉടൻ ഓപ്പണാകുന്ന ആ റിസോർട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാനിവിടെ വന്നു കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കാഴ്ചകൾ കാണാം. കരിന്തണ്ടന് ബ്രിട്ടീഷുകാരുടെ ചതിയെ മനസ്സിലാകാതെ പോയുള്ളൂ. താഴെ നിന്ന് വയനാടൻ മലനിരകളിലേക്ക് ഉൾക്കാടുകളിലൂടെയുള്ള വഴി കരിന്തണ്ടന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ലക്കിടിയിലെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധനസ്ഥനാണെങ്കിലും താൻ അന്ന് കണ്ടെത്തി നൽകിയ വഴികളിലൂടെ വൻമരങ്ങളുടെ തണല് ചാരി ഇന്നും ആയിരങ്ങൾ വയനാടൻ മലനിരകളിലേക്ക് കയറി വരുന്നത് കണ്ട് കരിന്തണ്ടൻ സന്തോഷിക്കുന്നുണ്ടാകും. മലമുകളിലേക്ക് കുളിരുകോരുന്ന കാറ്റേറ്റ് ചിലപ്പോൾ കോടമഞ്ഞിൻ്റെ കുളിർമയിലൂടെ ഈ മരത്തണലുകളിലൂടെ വളഞ്ഞു പോകുന്ന ചുരങ്ങൾ നമുക്കെന്നും പ്രിയങ്കരമാണ്. അതിലേറ്റവും പ്രിയങ്കരമായ ഒരു ചുരമാണ് നമ്മുടെ ഈ താമരശ്ശേരി ചുരം. വയനാട്ടിലേക്ക് എത്ര പ്രാവശ്യം യാത്ര ചെയ്താലും നമുക്ക് മടുപ്പ് വരാത്തത് ഈ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര നമ്മൾ ആസ്വദിക്കുന്നത് കൊണ്ടുകൂടി തന്നെയാണ്. ചുരം കടന്നെത്തുന്ന വൈത്തിരിയിൽ നിന്ന് ബാണാസുര സാഗർ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ വൈത്തിരിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ മാറി ഈ നീണ്ടുപരന്ന് കിടക്കുന്ന ടീ പ്ലാന്റേഷൻ, അതിൻ്റെ മനോഹരമായ കാഴ്ചകളും അതിൻ്റെ പച്ചപ്പിൻ്റെയും വളരെ സമീപത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ റിസോർട്ടിൻ്റെ സ്ഥാനം. കാടിന് നടുവിൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ കാടിനോട് ചേർന്ന് കിളികളുടെ കളകളാരവം കേട്ടുണരാൻ പാകത്തിൽ അണിഞ്ഞൊരുങ്ങുന്ന ഈ റിസോർട്ടാണ് ബെർലിൻ ഹോളിഡേയ്സ്. വൈത്തിരി ബാണാസുര റോഡിൽ പാറത്തോട് എന്ന സ്ഥലത്ത് ഏതാണ്ട് 90% പണി പൂർത്തിയായ ഈ റിസോർട്ട് അടുത്ത 1 മാസത്തിനുള്ളിൽ ഉദ്ഘാടനത്തിനൊരുങ്ങും. പ്രീമിയം റിസോർട്ടുകളിലെ താമസം സാധാരണക്കാരന് സാധ്യമല്ലാത്ത തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഈ ഒരു കാലത്ത് സാധാരണക്കാരന് സാധ്യമാകുന്ന തരത്തിൽ ബഡ്ജറ്റ് നിരക്കിൽ പ്രീമിയം റിസോർട്ടുകളിൽ താമസം ഒരുക്കുക എന്നതാണ് മാനേജ്മെന്റ് ലക്ഷ്യമായി പറയുന്നത്. 14 പ്രീമിയം റൂമുകളുള്ള ഈ റിസോർട്ടിൻ്റെ ഓരോ റൂമുകളിൽ നിന്നും സ്വതന്ത്രമായും തടസ്സപ്പെടാത്ത രീതിയിലും ഇതുപോലെ കാടിൻ്റെ കാഴ്ചകളിലേക്ക് തുറക്കുന്ന ബാൽക്കണികളും അതുപോലെ അത്യാവശ്യം വലിയ ഒരു ഇൻഫിനിറ്റി പൂളും ഇവിടെ തയ്യാറാകുന്നുണ്ട്. എ ടൈപ്പ് ഫ്രെയിമുകളിലുള്ള വില്ലകൾ താല്പര്യമുള്ളവർക്ക് അത്തരത്തിലുള്ള വില്ലകളും ഇവിടെ തയ്യാറാകുന്നുണ്ട്. കൂടാതെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൂൾ വില്ലകളാണ്. റൂമിനകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുള്ള പ്രൈവറ്റ് പൂളുകളോട് കൂടിയ വില്ലകളും ഈ റിസോർട്ടിനകത്തുണ്ട്. ഒരു ദിവസമല്ല, ദിവസങ്ങൾ തന്നെ ഇവിടെ ചെലവഴിക്കാൻ താല്പര്യം തോന്നുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ ഈ ഒരു ചുറ്റുപാടും. കൂടാതെ വലിയ ഒരു പാർക്കിംഗ് സ്പേസും അതുപോലെ മെസ് ഹാളും ഒക്കെ ഇതിനോട് ചേർന്ന് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുടുംബ സംഗമങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ പുൽത്തകടിയിൽ ചെറിയൊരു ആംഫി തിയേറ്ററും അതിനോട് ചേർന്ന് കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള ചെറിയ റൈഡുകളും ഒരുക്കിയിട്ടുണ്ട്. ഗ്രൂപ്പുകളായിട്ടോ അല്ലാതെയോ വയനാട്ടിൽ ഒരു ബഡ്ജറ്റ് നിരക്കിലുള്ള പ്രീമിയം റിസോർട്ടിൽ താമസം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനായിരിക്കും ബെർലിൻ ഹോളിഡേയ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എങ്ങനെയുണ്ട് ബെർലിൻ ഹോളിഡേയ്സിൻ്റെ കാഴ്ചകൾ? ഉദ്ഘാടനം എല്ലാവരെയും സമയത്ത് തന്നെ അറിയിക്കും എന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.